Good morning, children. Once again, welcome back to social science class. Today, we are going to discuss the rest of the French Revolution. Last class, we have discussed the plight of the French society or the situation of the French society and the rulers. Okay, now the course of the French Revolution. We know that the three estates of French society, 1, 2, 3, and the people belongs to these three estates. And likewise, the French society, French National Assembly also like these three estates. And to overcome the financial crisis, we know that Louis XVI summoned the National Assembly of France, summoned the States General or the Legislative Assembly of France. And in this States General, third estate or the common people demanded for what? Demanded individual voting system, while on the other hand the other two estates argued for single vote for each estate. And while went on these arguments, the third estate assembled the nearby tennis court and swore not to leave until they had framed the Constitution of France. അല്ലേ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ഈ ലൂയി 16 ലൂയി 16 സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്തു. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? പുതിയ ടാക്സ് ഇമ്പോസ് ചെയ്യാനായിരുന്നു. ആ പല കാരണങ്ങൾ കൊണ്ടുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യാൻ, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റേറ്റ്സ് ജനറലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രഞ്ച് സൊസൈറ്റിയെ പോലെ തന്നെ 3 എസ്റ്റേറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 3 എസ്റ്റേറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 വിഭാഗം ആൾക്കാർ. അതിൽ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കോമൺ പീപ്പിൾ, ധാരാളം എണ്ണം അല്ലെങ്കിൽ നമ്പർ കൂടുതലുള്ള കോമൺ പീപ്പിൾ. ഈ പാരമ്പര്യമായിട്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ വോട്ടിംഗ് സിസ്റ്റമായിരുന്നു. ഈച്ച് എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഓരോ എസ്റ്റേറ്റിനും ഒരു വോട്ട് എന്ന ഒരു രീതിയായിരുന്നു പാരമ്പര്യമായിട്ട് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ആര് ഡോമിനേറ്റ് ചെയ്യും? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്യും? ഒരു ബില്ല് വരുമ്പോൾ അതിനെ ഡോമിനേറ്റ് എന്ന് വെച്ചാൽ അതിന് 2 വോട്ട് കിട്ടും. കോമൺ പീപ്പിൾ എതിർത്ത് വോട്ട് ചെയ്താൽ പോലും അതിനെ ആ ഒരു പുതിയ എന്ത് നിയമം കൊണ്ടുവന്നോ അത് പാസ്സാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വിളിച്ചു ചേർത്ത ജനറൽ അസംബ്ലിയിൽ, ഈ സ്റ്റേറ്റ്സ് ജനറലിൽ നമുക്കറിയാം, അതിൻ്റെ മുമ്പുണ്ടായിരുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ നമുക്കറിയാം. ഈ ഒരു വിപ്ലവത്തിൻ്റെ എല്ലാ കാരണങ്ങളും ഒത്തുവന്നപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ വളരെ ഇൻസ്പയർഡായി നിൽക്കുന്ന ഒരു സമയത്ത്, എന്നുവെച്ചാൽ പലതരത്തിലുള്ള തിങ്കേഴ്സിൻ്റെയും മറ്റുമൊക്കെ ഇൻസ്പിറേഷൻ കൊണ്ട് ഇൻസ്പയർഡായി നിൽക്കുന്ന ഈ അവസരത്തിലാണ് ഈ രാജ്യം ഒരു പാപ്പനായ അവസ്ഥയിൽ, അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ ഒരു അവസ്ഥയിൽ, ഇങ്ങനെയുള്ള ഈ സമയത്ത് ഈ തേർഡ് എസ്റ്റേറ്റ്, അതാണ് തേർഡ് എസ്റ്റേറ്റ് ടേക്സ് ലീഡ് എന്ന് പറഞ്ഞത് അല്ലേ. തേർഡ് എസ്റ്റേറ്റ് തേർഡ് എസ്റ്റേറ്റ് ടേക്സ് ദി ലീഡ് അല്ലേ. മൂന്നാം എസ്റ്റേറ്റ് മുന്നിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാകുന്നത്. എന്താ മുന്നിലേക്ക് വന്നത്? അവർ ഈ സ്റ്റേറ്റ്സ് ജനറലിൽ വെച്ച് ആർഗ്യൂ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഓരോ ഇൻഡിവിജ്വൽസിനും അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും വോട്ടവകാശം വേണമെന്ന ഒരു സുപ്രധാനമായ ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വച്ചത്.
അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. തേർഡ് എസ്റ്റേറ്റ് ഡിമാൻഡഡ് ദി ഇൻഡിവിജ്വൽ വോട്ട് ഫോർ ഈച്ച് മെമ്പർ ഓഫ് ഓൾ ദി 3 എസ്റ്റേറ്റ്സ്. അതിൻ്റെ കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് എസ്റ്റേറ്റിലായിരുന്നു? മൂന്നാമത്തെ എസ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, തേർഡ് എസ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഓരോ നിയമം വരുമ്പോൾ, ഒരു ബില്ല് വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് കോമൺ പീപ്പിൾ അല്ലെങ്കിൽ ഈ തേർഡ് എസ്റ്റേറ്റിന് സാധിക്കും. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഇൻഡിവിജ്വൽ വോട്ടിംഗ് സിസ്റ്റം ഓരോ എസ്റ്റേറ്റിലെയും ഓരോ വ്യക്തിക്കുമുള്ള ഇൻഡിവിജ്വൽ വോട്ടിംഗ് സിസ്റ്റം വരുന്ന സമയത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആർഗ്യൂ ചെയ്തത്. പക്ഷെ അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഈ തർക്കം ഇങ്ങനെ മുറുകി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ തർക്കം ഇങ്ങനെ അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തി നിൽക്കുന്ന സമയത്ത് മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ത് ചെയ്തു? തേർഡ് എസ്റ്റേറ്റ് ഡിക്ലെയർഡ് ദംസെൽസ് ആസ് ദി നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ്. അല്ലേ, മൂന്നാമത്തെ എസ്റ്റേറ്റ് തങ്ങൾ സ്വയം ഫ്രാൻസിൻ്റെ നാഷണൽ അസംബ്ലിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്തു? തൊട്ടടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ അസംബിൾ ചെയ്തു. എന്നിട്ട് അവരൊരു പ്രതിജ്ഞ എടുത്തു. എന്താ പ്രതിജ്ഞ എടുത്തത്? ഫ്രാൻസിന് സ്വന്തമായി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് വരെ തങ്ങളിവിടെ ഈ ടെന്നീസ് കോർട്ടിൽ നിന്ന് പിരിഞ്ഞു പോവുകയില്ല എന്നൊരു പ്രതിജ്ഞ ചെയ്തു. ദിസ് ഇൻസിഡൻറ്റ് വാസ് നോൺ ആസ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ, എന്താണ് വാസ് നോൺ ആസ് ടെന്നീസ് കോർട്ട് ഓത്ത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നാണ് ഈ സംഭവം അറിയപ്പെടുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു സംഭവമായിരുന്നു ദിസ് ടെന്നീസ് കോർട്ട് ഓത്ത്. വാട്ട് വാസ് ദി ഓത്ത്? The oath was not to leave until they had framed the constitution of France. എന്താണ്? ഈ ടെന്നീസ് കോർട്ടിൽ നിന്ന് അവർ പിരിഞ്ഞു പോകില്ല. എങ്ങനെ? ഫ്രാൻസിന് സ്വന്തമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷമല്ലാതെ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തി. ലെറ്റ്സ് ഡിസ്കസ് ദി ഇവൻറ്റ്സ് ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ജൂലൈ 14, 1789. ജൂലൈ 14, 1789. This day was the commencement of the French Revolution. എന്താണ് അതിന് സംഭവിച്ചത്? Revolutionaries stormed with this slogan. We know that the slogan of the French Revolution, liberty, equality and fraternity, അല്ലേ, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സാഹോദര്യം, ഇതായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ്റെ മുദ്രാവാക്യങ്ങൾ. ആൻഡ് ദി റവല്യൂഷണറി സ്റ്റോംഡ് വിത്ത് ദി സ്ലോഗൻ ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, ആൻഡ് ദേ ഡിമോളിഷ്ഡ് ദി ബാസ്റ്റൈൽ പ്രിസൺ. which was the Bastille prison. Bastille prison was the symbol of the Bourbon monarchy. എന്ന് വെച്ചാൽ ഫ്രഞ്ച് രാജാക്കന്മാരുടെ ആ ഏകാധിപത്യത്തിൻ്റെ ഒരു സിമ്പൽ, ഒരു പ്രതീകമായിരുന്നു വാസ് ദി ബാസ്റ്റൈൽ prison. എന്ന് വെച്ചാൽ ബാസ്റ്റൈൽ തടവറ. അതിനെ തകർത്തുകൊണ്ട് എന്ത് മുഴക്കി ഈ റവല്യൂഷണറീസ്? ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഇതൊക്കെയാണ് ഫ്രാൻസിൽ നിഷേധിക്കപ്പെട്ടിരുന്നത്. അതാണ് നമ്മൾ മനസ്സിലായത് അല്ലേ? ലിബർട്ടി ഉണ്ടായിരുന്നില്ല, ഫ്രട്ടേണിറ്റി ഉണ്ടായിരുന്നില്ല, ഈക്വാലിറ്റി ഉണ്ടായിരുന്നില്ല അല്ലേ? നമുക്കറിയാം 3 എസ്റ്റേറ്റ്സ്. അതിൽ കോമൺ പീപ്പിൾ ഇൻക്ലൂഡ്സ് ഇൻ ദി തേർഡ് എസ്റ്റേറ്റ്. ആൻഡ് അവർ ധാരാളം പലതരത്തിലുള്ള നികുതികൾ ഈ പറഞ്ഞ ഫസ്റ്റ് സെക്കൻഡ് എസ്റ്റേറ്റിന് കൊടുക്കണമായിരുന്നു. അവർക്ക് വിളവ് കിട്ടിയാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ അനുഭവിച്ചിരുന്ന ഒരു എസ്റ്റേറ്റ് ആയിരുന്നു തേർഡ് എസ്റ്റേറ്റ്, നമുക്കറിയാം. അപ്പോൾ അവിടെ ഈക്വാലിറ്റി ഇല്ല, ഫ്രട്ടേണിറ്റി ഇല്ല, അല്ലെങ്കിൽ അവിടെ പിന്നെ ലിബർട്ടി ഇല്ല അല്ലേ? അപ്പോൾ അതായിരുന്നു, ഇത് വേണം, അതായിരുന്നു അവരുടെ ആവശ്യം. അപ്പോൾ ദ സ്ലോഗൻ വാസ് ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഇതായിരുന്നു ഈ പറയുന്ന റവല്യൂഷണറീസിൻ്റെ സ്ലോഗൻ. ആ സ്ലോഗൻ സ്റ്റോം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ സ്ലോഗൻ മുഴക്കിക്കൊണ്ട് അവരെന്തു? ദേ ഡിമോളിഷ്ഡ് ദി ബാസ്റ്റൈൽ പ്രിസൺ. അവരെന്ത് ചെയ്തു? ഈ ബാസ്റ്റൈൽ പ്രിസൺ തകർത്തു. അല്ലെങ്കിൽ രാജാവിൻ്റെ ഒരു അധികാരത്തിൻ്റെ ഒരു പ്രതീകമായിരുന്ന, രാജാവിൻ്റെ അധികാരത്തിൻ്റെ പ്രതീകമായിരുന്ന ഈ ബാസ്റ്റൈൽ പ്രിസൺ തകർത്തുകൊണ്ടാണ് അവർ ഈ പറഞ്ഞ ഫ്രഞ്ച് റവല്യൂഷൻ ഒരു തുടക്കം ഉണ്ടാകും. ദിസ് ഇവൻറ്റ് വാസ് ദി കമൻസ്മെൻറ്റ്. ദിസ് ഇവൻറ്റ് വാസ് കൺസിഡേർഡ് ആസ് ദി കമൻസ്മെൻറ്റ് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ, വാസ് ദി ബിഗിനിങ് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ. ദിസ് ഇവൻറ്റ്, what event? The demolition of Bastille prison. Bastille prison by the revolutionaries. And when they demolishing this Bastille prison, they stormed the slogan liberty, equality and fraternity.
in the year 1789, July 14th, 1789, and in the 12th August 17. Next incident, 12th August 1789, 12th August 1789 എന്താണ്? നാഷണൽ അസംബ്ലി പാസ്ഡ് ദി ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺ. ഇമ്പോർട്ടൻറ്റ് തിങ് വെച്ചാൽ മനുഷ്യൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയതായിരുന്നു ദിവസം. മനുഷ്യാവകാശ പ്രഖ്യാപനം നാഷണൽ അസംബ്ലി, ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുകയാണ് ഈ പറയുന്ന 12th August 1789. This was the second incident or second എന്താ പറയുക, ആ കോഴ്സ് ഓഫ് റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ്റെ കോഴ്സ് ഓഫ് റവല്യൂഷൻ. ആൻഡ് അഗെയിൻ in October 1789, what happened? Thousands of women marched from Paris to the palace of Versailles with the slogan give us bread. എന്താ അങ്ങനെ പറയാൻ കാരണം? ആയിരക്കണക്കിന് സ്ത്രീകൾ 1789 ഒക്ടോബറിൽ എന്ത് ചെയ്തു? ഈ പറയുന്ന വേഴ്സൈൽസ് പാലസിലേക്ക്, ആ രാജാക്കന്മാരുടെ ഫ്രഞ്ച് രാജാവിൻ്റെ കൊട്ടാരമായ വേഴ്സൈൽസ് പാലസിലേക്ക് എന്ത് ചെയ്തു? മാർച്ച് ചെയ്തു. എന്തായിരുന്നു അവരുടെ സ്ലോഗൻ? എന്തായിരുന്നു അവരുടെ മുദ്രാവാക്യം? എന്ത് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ മുദ്രാവാക്യം? ഗീവ് അസ് ബ്രെഡ്. എന്താ ബ്രെഡ് ഇവിടെ? ഹിയർ മീൻ ഗീവ് അസ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ്? വിശപ്പാണ്, ഞങ്ങൾക്ക് ഭക്ഷണം തരൂ എന്നാണ് പറഞ്ഞത്. ഇതിനെ കളിയാക്കിക്കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വൺ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ മേരി അൻറ്റോയിനറ്റെ എന്താ പറഞ്ഞത്? ഇഫ് ദേ കാണ്ട് ഈറ്റ് ബ്രെഡ്, let them eat cake. Very first of this chapter we discussed അല്ലേ? അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഭക്ഷണം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ എന്ത് ചെയ്തു? ഈ ഫ്രാൻസിലെ രാജാവിൻ്റെ കൊട്ടാരമായ വേഴ്സൈൽസ് പാലസിലേക്ക് ആയിരക്കണക്കിന് സ്ത്രീകൾ October 1789 എന്ത് ചെയ്തു? മാർച്ച് ചെയ്തു, ഒരു ജാഥ സംഘടിപ്പിക്കണം. അതിനുശേഷം ഇൻ ദി ഇയർ സെപ്റ്റംബർ 1792 അല്ലേ? ഇതൊക്കെ 1789 ആണ് നമ്മൾ പറഞ്ഞത്. July 14th demolished the revolutionaries demolished the Bastille prison, and then in the 12th August 1789 National Assembly passed the declaration of the rights of man and of the citizen, and in the October 1789 again thousands of women marched to the palace of Versailles and with the slogan of give us bread. And at last September 1792 National Convention, and this National Convention formed as per the new constitution of France proclaimed France as a republic. അതിൻ്റെ ഒരു ചെറിയ ഒരു കോഴ്സ് അല്ലേ? കോഴ്സ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ഫ്രം July 14th 1789 was the commencement of the French Revolution with the demolition of ബാസ്റ്റേൽ പ്രിസൺ. അവിടുന്ന് അങ്ങോട്ട് പിന്നെ 12th August ഈ പറഞ്ഞ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നു. ദെൻ ഒക്ടോബറിൽ വളരെ പ്രസിദ്ധമായ സ്ത്രീകളുടെ ഒരു മാർച്ച് പാരീസിൽ നിന്ന് വേഴ്സൈൽസ് പാലസിലേക്ക് നടക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന സെപ്റ്റംബർ 1792 ആകുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു? ഫ്രാൻസിന് സ്വന്തമായി രൂപീകരിക്കപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ അധിഷ്ഠിതമായി ഒരു നാഷണൽ കൺവെൻഷൻ നടക്കുന്നു. ആ നാഷണൽ കൺവെൻഷനിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഫ്രാൻസ് പ്രൊക്ലൈംഡ് ഫ്രാൻസ് ആസ് എ റിപ്പബ്ലിക്. ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായിട്ട് എന്ത് ചെയ്യുന്നു? പ്രഖ്യാപിക്കപ്പെടുന്നു. അതാണ് ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ ഈ തേർഡ് സ്റ്റേറ്റിൻ്റെ സമരങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ആ സമരങ്ങൾ വളരെ വലിയ ഒരു പ്രക്ഷോഭമായിട്ട് മാറുന്നു. അങ്ങനെ അവസാനം ഇൻ ദി ഇയർ 1792
1792 ഫ്രാൻസ് ഡിക്ലെയർഡ് ആസ് എ റിപ്പബ്ലിക് അല്ലേ. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഡേറ്റ്, അതുപോലെ ഇയേഴ്സൊക്കെ. കാര്യം നിങ്ങളടുത്ത് ഈ പറയുന്ന നിങ്ങളുടെ എക്സാമിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെന്താ പറയുക, ഇയേഴ്സ് തന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ നിങ്ങളടുത്ത് ചെയ്യാൻ വേണ്ടി പറയും. ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം നടന്ന സംഭവം, അതിനുശേഷം നടന്ന സംഭവം, അതിനുശേഷം നടന്നത്, അങ്ങനെ നിങ്ങൾ ക്രമപ്പെടുത്തി എഴുതാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ജൂലൈ 14, 1789, ദെൻ 12 ഓഗസ്റ്റ് 1789, ദെൻ ഒക്ടോബർ 1789, ദെൻ സെപ്റ്റംബർ 1792. ഈ സമയങ്ങളിൽ, ഈ വർഷങ്ങളിൽ, ഈ ദിവസങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ അല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഫ്രാൻസ് ഡിക്ലെയർഡ് ആസ് എ ഓർ പ്രൊക്ലൈംഡ് ആസ് എ റിപ്പബ്ലിക്. ആൻഡ് ദെൻ ഫ്രാൻസിൽ ഉണ്ടാകുന്നത് ഒരു ചെറിയ കാലത്തേക്ക്, ഒരു ഷോർട്ട് പീരീഡിലേക്ക് ഒരു വളരെ ഭീകരമായിട്ടുള്ള ഒരു ഭരണം ഫ്രാൻസിൽ നടക്കുകയാണ്. ആഫ്റ്റർ ഫ്രാൻസ് ഡിക്ലെയറിങ് ആസ് എ റിപ്പബ്ലിക് അല്ലേ, വളരെ മഹത്തായ മൂല്യങ്ങൾ പിന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു ഫ്രാൻസ് റവല്യൂഷൻ ഉണ്ടായിരുന്നത്. ഇൻ ദി വി നോ ദാറ്റ് ദി സ്ലോഗൻ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്ലോഗൻ ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ വാസ് എന്തൊക്കെയായിരുന്നു? ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. മനസ്സിലായല്ലോ? അപ്പോൾ ആ ആശയങ്ങളിൽ അധിഷ്ഠിതമായാണ് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടാകുന്നത്. അവസാനം ഫ്രാൻസ് എന്തായി മാറുന്നു? റിപ്പബ്ലിക്കായിട്ട് മാറുന്നു. എന്നാൽ അതിനുശേഷം ഒരു പെർട്ടിക്കുലർ കമ്മിറ്റി ഫ്രാൻസിൽ ഫോം ചെയ്യപ്പെടുന്നു. അങ്ങനെ ഫോം ചെയ്തതിന് ശേഷം എന്താകുന്നു? ഒരു റെയിൻ ഓഫ് ടെറർ, അല്ലെങ്കിൽ ഒരു ഭീകരവാഴ്ച, അല്ലെങ്കിൽ ഒരു ഭീകരഭരണം ഫ്രാൻസിൽ കുറച്ചു കാലത്തേക്ക് ഉണ്ടാകുന്നു. ഇൻ ദി ജൂലൈ 1793, ആഫ്റ്റർ ഡിക്ലെയറിംഗ് ഇൻ ദി 1792 ഫ്രാൻസ് എസ് എ റിപ്പബ്ലിക്, ഇൻ ദി മന്ത് ഓഫ് ജൂലൈ 1793, തൊട്ടടുത്ത വർഷം എന്ത് ചെയ്യുന്നു? എ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു കൺട്രോൾ ദി ഇന്റേണൽ അഫയേഴ്സ് ഓഫ് ഫ്രാൻസ്. എന്നിട്ടുണ്ടാകുന്നു ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റി 1793 ജൂലൈ മാസത്തിൽ ഫ്രാൻസിൽ സ്ഥാപിക്കപ്പെടുന്നു. ഏതായിരുന്നു അത്? കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി, പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഒരു കമ്മിറ്റി ഇൻ ദി ഇയർ 1793 ഫോംഡ് ഇൻ ഫ്രാൻസ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ട്. എന്തിനായിരുന്നു? വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു കൺട്രോൾ ദി ഇന്റേണൽ അഫയേഴ്സ് ഓഫ് ഫ്രാൻസ്. ആൻഡ് ദി ലീഡർ ഓഫ് ദിസ് കമ്മിറ്റി വാസ് റോബിസ്പിയറെ ആൻഡ് ദി അതർ മെമ്പേഴ്സ് ഓഫ് ദിസ് കമ്മിറ്റി വാസ് മിറാബോ ആൻഡ് ഡാൻഡൺ എക്സെട്ര were the members. The leader was റോബിസ്പിയറെ. ആൻഡ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, അല്ലെങ്കിൽ റെയിൻ ഓഫ് ടെറർ എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ ഭീകരവാഴ്ച എന്ന് പറയാൻ കാരണം, ബൈ യൂസിങ് ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായിട്ട് എന്ത് ചെയ്തു? വ്യാപകമായിട്ട് ഈ റവല്യൂഷനെ എതിർത്ത എതിരാളികളെ വ്യാപകമായിട്ട് കൊന്നൊടുക്കുന്ന ഒരു കാര്യമാണ് ഫ്രാൻസിൽ പിന്നീട് അങ്ങോട്ട് ഉണ്ടാകുന്നത്. യൂസിങ് ഗില്ലറ്റിൻ, this committee did mass executions of suspected enemies of the revolution. എന്താ ചെയ്യുന്നത്? ഗില്ലറ്റിൻ എന്ന് പറയുന്ന നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാവുന്ന ചിത്രം പോലെയുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ആ ഗില്ലറ്റിൻ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? വ്യാപകമായിട്ടുള്ള എക്സിക്യൂഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വധങ്ങൾ നടപ്പിലാക്കുന്നു. എന്ന് വെച്ചാൽ ആളുകളെ കൊല്ലുന്നു. എന്താ കൊല്ലുന്നതിനുള്ള കാരണം? ഈ റവല്യൂഷനെതിരെയുള്ള ശത്രുവാണെന്ന് എല്ലാവരെയും കൊന്നൊടുക്കുന്ന ഒരു സംഗതിയാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദിസ് പീരിയഡ് വാസ് നോൺ ആസ് ദി റെയിൻ ഓഫ് ടെറർ. ആൻഡ് എ ലോട്ട് ഓഫ് നോബിൾസ് ആൻഡ് ക്ലർജി ഇൻക്ലൂഡിംഗ് ലൂയിസ് 16th ആൻഡ് ഹിസ് വൈഫ് മേരി ആൻറ്റോയിനറ്റെ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മേരി ആൻറ്റോയിനറ്റെ അല്ലേ, അവർക്ക് ബ്രെഡ് കഴിക്കുന്നില്ലെങ്കിൽ അവർ കേക്ക് തിന്നട്ടെ എന്ന് പറഞ്ഞില്ലേ, അവരടക്കമുള്ള ഭരണാധികാരികളെയൊക്കെ, ഈ ബൂർബൻ കിങ്സിനെയൊക്കെ വകവരുത്തുന്നതാണ് പിന്നീട് അങ്ങോട്ട് കാണുന്നത്. ആൻഡ് were killed. And at last this leader of this committee was also executed. റോബിസ്പിയറെ അടക്കം എന്ത് ചെയ്യുന്നു?
എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു. ആൻഡ് ദിസ് റെയിൻ ഓഫ് ടെറർ ലാസ്റ്റഡ് അണ്ടിൽ ജൂലൈ 1794 ഈസ് നോൺ ആസ് ദി റെയിൻ ഓഫ് ടെറർ. ഫ്രം ജൂലൈ 1793 ടു ജൂലൈ 1794 വരെയുള്ള ദിസ് പീരീഡ് വാസ് നോൺ ആസ് റെയിൻ ഓഫ് ടെറർ എന്ന് പറയാൻ കാരണം ആഫ്റ്റർ ഡിക്ലെയറിംഗ് ഫ്രാൻസ് as a republic, a committee was formed to control the internal affairs of France, and that committee was committee of public safety, and the leader of this committee was Robespierre, and the other members like Mirabeau, Danton were the members, and by electing number of personalities or the mass executions of suspected enemies of the revolution, and number of nobles, clergy, including Louis XVI, Mary Antoinette were killed, and also again at last the leader of this committee also was executed, named Robespierre. And this reign of terror lasted till July 1794. ഇതാണ് ഏകദേശം ഒരു ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന് ശേഷം ഉണ്ടായ ഒരു ഭരണകൂടത്തെക്കുറിച്ച് പറയാനുണ്ട്. അതിന് മുമ്പ് നമുക്കറിയാം ഈ കോഴ്സ് അത് കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് റിസൾട്ട്സ് ആണ്, അല്ലേ? റിസൾട്ട്സ്. വെൻ വി ആർ ഡിസ്കസിങ് അബൌട്ട് അമേരിക്കൻ റവല്യൂഷൻ, വി ഡിസ്കസ് ദി results of the impacts of the revolution, American revolution. Here France revolution also its own impacts from France to other nations. Here this is the influence of French revolution, or the impacts of French revolution, or the results of French revolution. The Austrian chancellor named made a remark made by Metternich, Austrian chancellor. അയാൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, when France sneezes, the rest of the Europe catches cold. അല്ലേ? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ എന്ത് പിടിക്കും? ജലദോഷം ഉണ്ടാകും, അല്ലേ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഫ്രാൻസിലൊരു പ്രധാനപ്പെട്ട സംഭവം നടക്കുമ്പോൾ അത് യൂറോപ്പിലൊക്കെ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ദീസ് ആർ ദി ഇൻഫ്ലുവൻസസ് ഓർ റിസൾട്ട്സ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഹിയർ, like American revolution, this French revolution also stimulated all the later revolutions in the world, അല്ലേ? ഫ്രാൻസിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്ന റവല്യൂഷൻ നമുക്കറിയാം. അത് വാസ് അഗെയിൻസ്റ്റ് ദി ഡോമിനേഷൻ ഓഫ് ദി അതർ കൺട്രീസ്, അല്ലേ? ഒരു രാജ്യത്തിൻ്റെ ഒരു ഡോമിനേഷനെതിരെയുള്ള സമരമായിരുന്നു ഈ പറയുന്ന അമേരിക്കൻ റവല്യൂഷൻ. വൈൽ ഓൺ ദി അതർ ഹാൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ വാസ് അഗെയിൻസ്റ്റ് ദി എക്സിസ്റ്റിംഗ് ഗവൺമെൻറ്, അല്ലേ? നിലവിലുള്ള ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു സമരമായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ. അത് ഒരു തലത്തിൽ എന്തായി, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം മറ്റു രാജ്യങ്ങൾക്കൊരു പ്രചോദനമായിട്ട് മാറി, അല്ലേ? സ്റ്റിമുലേറ്റഡ് ഓൾ ദി ലേറ്റർ റെവല്യൂഷൻസ് ഇൻ ദി വേൾഡ്. ദെൻ ദി എൻഡഡ് ദി ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ് ആൻഡ് ത്രെറ്റൻഡ് ദി ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്, അല്ലേ? ഇങ്ങനെയുള്ള സ്വച്ഛാധിപതികളായിട്ടുള്ള റൂളേഴ്സിന് ഒരു ഭീഷണിയായിട്ട് ഫ്രഞ്ച് റൂളർ, ഇങ്ങനെയുള്ള ഭരണകൂടങ്ങൾ എന്തിന് സാധ്യതയുണ്ട്? അവിടെയുള്ള ജനങ്ങളാൽ എതിർക്കപ്പെടാനും അത് മാറ്റപ്പെടാനുമുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് മറ്റുള്ള ലോകത്തുള്ള മറ്റു ഈ പറയുന്ന ഓട്ടോക്രാറ്റിക് റൂളേഴ്സിന് ഒരു ഭീഷണിയായിട്ട് ഫ്രഞ്ച് റവല്യൂഷൻ മാറി. ആൻഡ് ഓൾസോ ദി എൻഡർ ദി ഫ്യൂഡൽ സിസ്റ്റം, അല്ലേ? ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ 3 എസ്റ്റേറ്റ്സ്, ആ 3 എസ്റ്റേറ്റ്സിൻ്റെ ഈ കൂട്ടത്തിൽ ഈ പറയുന്ന തേർഡ് എസ്റ്റേറ്റിൽ ഈ ഉള്ള ആൾക്കാർ പലതരത്തിൽ നികുതി കൊടുക്കണം, അവർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നില്ല, അല്ലേ? ദി വാസ്റ്റ് ലാൻഡ് ഓൺഡ് ബൈ ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ്സ്, ആൻഡ് അങ്ങനെയുള്ള ഒരു ഫ്യൂഡൽ സിസ്റ്റം ഫ്രാൻസിലുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഫ്യൂഡൽ സിസ്റ്റം വാസ് എൻഡഡ് വിത്ത് ദി ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് ത്രെറ്റൻഡ് ദി ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്, ആൻഡ് ദെൻ proclaimed that nation is not merely a region but the people, അല്ലേ? proclaimed the idea that nation is not merely a region. എന്ത് ഐഡിയയാണ് ഇത് മുന്നോട്ട് വെച്ചത്? ഏത്? ഫ്രഞ്ച് റവല്യൂഷൻ. നാഷൻ ഈസ് നോട്ട് മിയർലി എ റീജിയൻ ഓർ എ ടെറിട്ടറി. വെറും ഒരു പ്രദേശം, ഒരു ഭൂപ്രദേശം മാത്രമല്ല രാജ്യം എന്ന് പറയുന്നത്, മറിച്ച് എന്താ? ബട്ട് ദി പീപ്പിൾ,
ജനങ്ങളാണ് രാഷ്ട്രം എന്ന ഒരു മഹത്തായ ആശയം ഫ്രഞ്ച് റവല്യൂഷൻ മുന്നോട്ട് വെച്ചു. ആൻഡ് കോൺട്രിബ്യൂട്ടഡ് ദി കോൺസെപ്റ്റ് ഓഫ് പീപ്പിൾസ് സോവറിറ്റി, കോൺട്രിബ്യൂട്ടഡ് ദി കോൺസെപ്റ്റ് ഓഫ് പീപ്പിൾസ് സോവറിറ്റി. പരമാധികാരം ആർക്കാണ്? ജനങ്ങൾക്കാണ് പരമാധികാരമുള്ളത്. ജനങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? അത് അവരുടെ ഭരണകൂടം അവർക്കെതിരായി മാറുമ്പോൾ അതിനെന്ത് ചെയ്യാൻ, അതിനെ മാറ്റാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ജനങ്ങൾക്കാണ് സോവറിൻ പവർ, സോവറിറ്റി എന്ന് പറയുന്നത് ജനങ്ങൾക്കാണ് എന്ന ആശയം ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത റവല്യൂഷൻ വാസ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ കോൺട്രിബ്യൂട്ടഡ് ദി കോൺസെപ്റ്റ് ഓഫ് people's sovereignty and led the emergence of nationalism. ദേശീയത എന്ന് പറയുന്ന ഒരു വികാരം ഈ പറയുന്ന എമർജൻസ് അല്ലെങ്കിൽ അതിനൊരു ഉത്ഭവം ഉണ്ടായി ഫ്രഞ്ച് റവല്യൂഷനോട് കൂടിയിട്ട്. French Revolution led the emergence of nationalism, then helped the growth of the middle class. നമുക്കറിയാം തേർഡ് എസ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിരുന്നു മിഡിൽ ക്ലാസ് ഇൻക്ലൂഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ടീച്ചേഴ്സ്, ലോയേഴ്സ്, അല്ലേ, ഒരുപാട് ആൾക്കാർ ഒരു കൂട്ടമാണ് മിഡിൽ ക്ലാസ്. ആ മിഡിൽ ക്ലാസിൻ്റെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു വളർച്ച ഉണ്ടായത് ഫ്രഞ്ച് റവല്യൂഷനിലൂടെ. ദെൻ സ്പ്രെഡ് ദി ഐഡിയാസ് ഓഫ് ഈക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രട്ടേണിറ്റി, ആൻഡ് these three were the slogan of French Revolution. These three were the slogan of French Revolution. In short, these are the influence of French Revolution or the results of French Revolution or the impacts of French Revolution. Once again, stimulated all the later revolutions of the world, entered the feudal system and threatened the autocratic rulers. Then French Revolution proclaimed that the nation is not merely a region but the people, and also French Revolution contributed the concept of people's sovereignty. Then French people led the emergence of nationalism, and French Revolution again helped the growth of middle class, and French Revolution spread the ideas of liberty, equality and fraternity. These were the influence of French Revolution. Okay, let's conclude today's class. Okay, thank you.